ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവള്? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ, അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. എത്ര പെട്ടെന്നാണല്ലേ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്. അതായത് ഇന്നലെ വരെ നമ്മൾ അടിപൊളിയാണ് സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു യൂട്യൂബ് ഫാമിലി, അവർ ഇന്നത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഇത് ഇവരുടെ ഫാമിലി തന്നെയാണോ ഈ പരിപാടിയെല്ലാം നടന്നതെന്ന് നമ്മൾ ചിന്തിച്ചു. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മൾ ഇവരുടെ ഷോർട്സ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ വീഡിയോസ് എല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊരു ഒത്തൊരുമ, എന്തൊരു സ്നേഹം. ഇതുപോലൊരു വീട്, ഇതുപോലൊരു കുടുംബം, ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം എന്തൊരു നല്ലൊരു കുടുംബമാണ്. ഇതേപോലൊരു അച്ഛനെ അമ്മേനെ എനിക്ക് കിട്ടിയില്ലല്ലോ, ഇതേപോലൊരു അനിയനെ എനിക്ക് കിട്ടിയില്ലല്ലോ, ഇങ്ങനെ പറയുന്നു ഒരു ലോഡ് കമൻറ്റ്സ്. ഇവരുടെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഇവരുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുന്ന സ്ഥിരം കമൻറ്റാണ്, സ്കൂൾ വിട്ട് വന്ന് കാണുന്നവർ ആരൊക്കെ ലൈക്ക് അടിക്കുക എന്ന് പറഞ്ഞിട്ട്. ആ കമൻറ്റിന് തന്നെ 10,000-2,500 ലൈക്കും ഉണ്ടാവും. പിന്നെ അതിൻ്റെ അടിയിൽ കുറേ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റും ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന കുട്ടികളൊക്കെ ഇന്ന് വന്ന് നോക്കുമ്പോഴായിരിക്കും ശരിക്കുള്ള ഇവരുടെ കൊച്ചുവേട്ടൻ്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ വീട്ടിലെ ഇഷ്യൂ ഇപ്പം മൊത്തത്തിൽ കേരളം മൊത്തം അങ്ങോട്ട് നിന്ന് കത്തുകയാണ്. കാരണം ഇവർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. പ്രവീണിന് ഫാൻസ് ഉണ്ടായിരുന്നു, കൊച്ചുവിന് ഫാൻസ് ഉണ്ടായിരുന്നു, അച്ഛന് ഫാൻസ് ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഫാൻസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നിറച്ചും എന്ത് നല്ല അമ്മ, എന്ത് നല്ല അച്ഛൻ, എന്ത് നല്ല അനിയൻ, ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ ഈ കൊച്ചുവേട്ടനെ കെട്ടാൻ വേണ്ടി പറ്റുമോ, കൊച്ചുവേട്ടനെ എനിക്ക് കെട്ടണം എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ചെറിയ 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികൾ വരെ കമൻറ്റ് ഇട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അറിയേണ്ട ഒരു കാര്യം, പല വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ റീലിൽ കാണുന്നതല്ല റിയൽ ലൈഫ്. ഇത് തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് 10 മിനിറ്റുള്ള വീഡിയോ നിങ്ങൾ കാണുമ്പം അതിൻ്റെ പുറകിൽ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ചിലപ്പോൾ അതിൻ്റെ പുറം അടികൂടിയിട്ടുണ്ടാവും. ഇന്നത്തെ പ്രവീണിൻ്റെ വീഡിയോയിൽ അവൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ മൃദുല എന്ന് പറയുന്ന അവൻ്റെ വൈഫ് വീട്ടിൽ അനുഭവിക്കുന്നതാണ്. അതായത് ഒരു വെള്ളം പോലും എടുത്തു കൊടുക്കുന്നില്ല. പക്ഷേ ഇവരുടെ വീഡിയോസിൽ നിറച്ചും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഊട്ടിക്കൊടുക്കുന്നു. എന്തൊരു സ്നേഹം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാണുന്ന ഒരു വീഡിയോസിൽ ഒരാളും കറക്റ്റ് അവരുടെ ലൈഫല്ല നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത്. ഇതാ ഇന്നിപ്പം കാണിച്ചില്ലേ, അതാണ് അവരുടെ യഥാർത്ഥ ലൈഫ്. ബാക്കിയെല്ലാം അവരുടെ വെറും ആക്ടിങ് ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കഴിഞ്ഞ ആഴ്ച വരെ അവർ ചെയ്തിട്ടുള്ള വീഡിയോസ് മൊത്തം അവരുടെ ആക്ടിങ്ങും, ഇന്നും ഇന്നലെ ആയിട്ട് അവരിടുന്ന വീഡിയോസാണ് ശരിക്കുള്ള അവരുടെ ലൈഫ്. ഇന്നലെ പ്രണവ് ആദ്യം വീഡിയോ ഇട്ടു, അതിൻ്റെ അകത്ത് എന്തൊരു അഭിനയമാണ്. ഈ ഒരു അഭിനയം ഇവൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവൻ വല്ല ഓസ്കാർ അവാർഡ് മേടിച്ച് പോയേനെ. എന്തൊരു അഭിനയമാണ്. ആ വീഡിയോ കണ്ടിട്ട് ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടു, ഇവർ തമ്മിലുള്ള എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കമായിരിക്കും, അതെങ്ങനെയും ഒന്ന് തീർന്നിട്ട് ഇവരൊന്ന് അടിപൊളിയായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ട് 5 മിനിറ്റ് പോലും തികയുന്നതിന് മുമ്പ് ഇതാ യഥാർത്ഥ കഥയുമായി പ്രവീൺ വന്നു. പ്രവീൺ എന്തായാലും അവൻ അനുഭവിച്ച കഥകളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് ഇന്നിപ്പം അവരുടെ വീട്ടുകാർ ഇവന് നേരെ തിരിഞ്ഞപ്പം ഇവന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു തെളിവായി. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തേനെ, എല്ലാവരും കൂടി പൊങ്കാല ഇട്ട് തീർത്തേനെ ഈ പറയുന്ന പ്രവീണിനെയും മൃദുലേനെയും. ഓൾറെഡി ഇന്നലെ പ്രണവ് വീഡിയോ ഇട്ടതിന് ശേഷം ഇവർക്ക് കിട്ടിയ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അത്ര ബാഡ് കമൻ്റ് ആയിരുന്നു. കാരണം അത്രയ്ക്കുള്ള അഭിനയമായിരുന്നല്ലോ അച്ഛനും അമ്മയും. സത്യം പറയാലോ, ആ അച്ഛൻ്റെ ഇരുത്തോ ആ അച്ഛൻ്റെ ആ ഒരു വിഷമമെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പ്രവീൺ എന്തൊരു ദുഷ്ടനാണ്. ആ പാവം അച്ഛൻ്റെ ആ ഒരു മുഖത്തെ ആ ഒരു വിഷമം കണ്ടില്ലേ, അങ്ങനെ ഇടയ്ക്ക് കണ്ണെല്ലാം തുടച്ച്. പിന്നെ പ്രണവിൻ്റെയോ എന്താ അഭിനയം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ പ്രവീണിൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ഈ ഒരു പോർഷൻ കണ്ടു നോക്ക്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ അച്ഛനെയും അമ്മേനെയും ഇവർ അച്ഛൻ്റെ അമ്മേൻ്റെ സ്നേഹം കാണിച്ചതാണെന്ന് ഒരിക്കലും നമുക്ക് തോന്നൂല. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്. ഞാൻ കഷ്ടമുണ്ടാക്കിയതാ, എന്നെ കാണാൻ പോരാ ഇത് മുറിവുണ്ടാക്കിയിട്ട് നടന്നു പോയിട്ട് മറിച്ച് നടക്കുന്നത് ഇങ്ങനെയും നോക്കൂല. ഞാനാ പറയാം, ഞാൻ സത്യം കണക്കാക്കൂല, അളകാവുന്നില്ല, നീ കിടക്കൂല. ഞാനാ പറഞ്ഞേ
അന്നെടുത്ത് കാല് കുത്തി അന്ന് മലയാളം പഠിച്ചവള് എന്റെ കുടുംബത്തിൽ എന്റെ കുടുംബം ഇല്ലാതായി. ഞാൻ പറയുന്നു എവിടെ റൂം ഇവിടെ ആർക്കൊണ്ടാക്കിയിട്ടില്ല റൂം. ആ ഇല്ല ഇവിടെ പറ്റൂല ഞാൻ പറയുന്നു. കണ്ട, നമുക്കിതിൽ വേറെ എന്തും നമുക്ക് ക്ഷമിക്കാം. മോനെ തല്ലിക്കോട്ടെ, മോനെ ഇടിച്ചോട്ടെ, മോനെ ചീത്ത പറഞ്ഞോട്ടെ, തെറി വിളിച്ചോട്ടെ, എന്തും ചെയ്തോട്ടെ, പറയുന്ന ഒരു പ്രശ്നമില്ല. പക്ഷേ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ, ഭാര്യയാണ്, മോൻ്റെ ഭാര്യയാണെന്നുള്ള യാതൊരു കൺസിഡറേഷനും കൊടുക്കണ്ട. പക്ഷേ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീനെ ഇത്തരത്തിൽ ഇവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ മനസ്സ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സ്വഭാവം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം വെറുതെ അവരുടെ കുടുംബത്തിലുള്ള ആരും ആവണ്ട, വെറുതെ ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീനെ കണ്ടാൽ തന്നെ നമുക്ക് അടുത്തൂടെ പോകാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ പേടിയാണ് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ. അങ്ങനെയുള്ളിടത്താണ് ഇവരെ ഈ പറയുന്ന മൃദുലേനെ ഇത്തരത്തിൽ കരയിപ്പിക്കുകയും ഇത്തരത്തിലും ഇവർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം കണ്ടിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർ സൂപ്പർ ഡാഡിയും മമ്മിയും ആയിരുന്നു എന്നുള്ളത്? എന്തും ആയിക്കോട്ടെ, ഈ പറയുന്ന അനിയൻ വരെ പോയിട്ട് അടിക്കുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. കാരണം നമുക്കൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇവരിങ്ങനെ ആവും എന്നുള്ളത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ വീട്ടിലൊരു പ്രാങ്ക് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ തമ്മിൽ അടി കൂടുന്നതായിട്ടുള്ളൊരു പ്രാങ്ക്. ആ വീഡിയോൻ്റെ ഇടയിൽ അന്ന് ഇവരുടെ അമ്മ വന്ന് പറയുന്നുണ്ട്, എൻ്റെ മക്കൾ ഒരിക്കലും ഇങ്ങനെ അടി കൂടുന്നത് എനിക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ആക്ടിങ് നടത്തുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അപ്പോഴെല്ലാം നമ്മൾ വിചാരിച്ചു, ഓഹ് ഇവരെന്തൊരു സ്നേഹമാണ്, ഇവർ ഏട്ടനും അനിയനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അടി കൂടൂല എന്നെല്ലാം വിചാരിച്ചാണ്. പക്ഷേ ഇന്നലത്തെ പ്രണവിൻ്റെ ആ വീഡിയോ വന്നപ്പോൾ പോലും നമ്മൾ ഇത്രത്തോളം വലിയൊരു പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയി ഈ ഒരു വീഡിയോ കണ്ടാൽ പോലും നമ്മുടെ പോലീസിന് വന്നിട്ട് കേസെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. കാരണം ഗാർഹിക പീഡനം. ഞാൻ എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗാർഹിക പീഡനത്തെക്കുറിച്ച്. അതായത് ഒരു ഗാർഹിക പീഡനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ പെൺകുട്ടിയുടെ കൂടെ കൂടാറുണ്ട്. ഇതും അതേപോലെ തന്നെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന പെൺകുട്ടി. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വീട്ടുകാരുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള അവഗണനയും ഇത്തരത്തിലുള്ള ഇടിയെല്ലാം തൊഴിയെല്ലാം കൊണ്ടിട്ട് ഇവർ കേസ് കൊടുക്കേണ്ടത് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ്ടും വരും. ഇന്നിപ്പോൾ ഇവർ വീഡിയോ ഇട്ടു, അവരുടെ എക്സ്പ്ലനേഷനുമായിട്ട് വരുമായിരിക്കും. അന്നേരം ഈ പറയുന്ന ആളുകളെല്ലാം അവരെ പോയി സപ്പോർട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നേരെ ഇങ്ങോട്ട് വരും. ഇതൊന്ന് ഷട്ടിൽ കളിയാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഇത് ഇവരുടെ വീട്ടിൽ തന്നെ തീർക്കേണ്ടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തീർക്കേണ്ട ഒരു കേസാണ്, അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തീർക്കേണ്ട കേസല്ല. പക്ഷേ ഇതിപ്പം വന്ന് ഇതിങ്ങനെ പറഞ്ഞ് വഷളാക്കി. എന്തായാലും ഇന്നലെ കൊച്ചു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവർ വീഡിയോ എടുത്തു വെച്ചിട്ടുള്ള കാര്യം. അതായത് അടി നടക്കുന്ന സമയത്ത് വീഡിയോ എടുത്തു വെച്ചിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്നലെ വന്നിട്ട് ഭയങ്കര ആക്ടിങ്ങും പരിപാടിയെല്ലാം ചെയ്തിട്ട് പോയത്. പക്ഷേ പ്രവീൺ ഇപ്പം അതിട്ടത് കൊണ്ട് പ്രവീണിന് ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകാം. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഈ പറയുന്ന ആളുകളെല്ലാം ഇന്നലെ 40 ലക്ഷത്തോളം ആളുകൾ ഒറ്റ കൊച്ചുവിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ആളുകളെല്ലാം വന്നിട്ട് പ്രവീണിനെ ഇന്ന് പൊങ്കാലിട്ടേനെ. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് 10 മിനിറ്റുള്ള വീഡിയോൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് അതിലെ സ്നേഹം കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത്രേ പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ലൈഫും ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം. നമുക്ക് ആളുകളുടെ മുമ്പിലേക്ക് എന്താണ് കൊടുക്കാൻ ആഗ്രഹം? നല്ലത് മാത്രമല്ലേ? ആ നല്ലത് മാത്രമേ. ഒരു സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഫാമിലി വ്ളോഗും എല്ലാം. കാരണം അവർ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അഭിനയം തുടങ്ങുകയാണ്, സ്നേഹം അങ്ങോട്ട് ഒലിപ്പിക്കുകയാണ്. അത് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും എടുത്തിട്ടിടിയും. ഇതാണ് റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഈ പറയുന്ന 10ാം ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിലും എൻ്റെ കൊച്ചുവേട്ടൻ, എൻ്റെ പ്രവീണേട്ടൻ എന്നും പറഞ്ഞിട്ട് പഠിത്തം വരെ ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് കാണുന്നവരുണ്ട്. എനിക്കറിയാം, അങ്ങനെ ഉള്ളവരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് തൊട്ടായിരുന്നു പ്രവീണിൻ്റെ കല്യാണം നടന്നത്. അന്ന് ഇവർ ആ ഫംഗ്ഷൻ കൂടാതെ അറ്റൻഡ് ചെയ്യാണ്ട് ഇവർ പോയിട്ട് ടി വിയിലിരുന്ന് ഈ പ്രവീണിൻ്റെ കല്യാണം കാണുന്നുണ്ടായിരുന്നു. അന്നേരം അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇവരുടെ ശ്രദ്ധിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇത് ആരായത്? ഇത് പ്രവീണും പ്രണവും എന്നും പറഞ്ഞിട്ട് അവരിരുന്നത് കാണുവാണ്. ഈ പ്രവീണേട്ടൻ്റെ കല്യാണമാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയ്ക്ക് അഡിക്റ്റഡ് ആണ് ഈ പറയുന്ന ആളുകളെല്ലാം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇവരുടെ വീഡിയോ കാണുകയോ എന്ത് വേണം ചെയ്തോ, കമൻറ്റ് ഇടുകയോ എന്ത് വേണം ചെയ്തു, പക്ഷേ ഒരിക്കലും ഇവരുടെ ലൈഫാണ് ലൈഫ് എന്ന് പറഞ്ഞ് സ്വന്തം ലൈഫിനെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ആ ഒരു ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അയ്യോ എനിക്കിതൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവരുടെ പുറകെ പോവാതിരിക്കുക ദയവ് ചെയ്ത്.